നമുക്കിന്നൊരു കിടു ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സരവണ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആളാണ് നമുക്ക് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ യൂഷ്വലി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ട്രൈ ചെയ്യും കേട്ടോ ഫുഡൊക്കെ. പക്ഷേ എല്ലാ സ്ഥലവും ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ഫുഡ് ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്, പിന്നെ കോസ്റ്റ് വൈസും കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ വിച്ച് പ്ലേസ് ഇസ് ദിസ്. ഹൗസ് ഇറ്റ് ഡാഡാ? നൈസ് ബിരിയാണി. ഓക്കെ, ഇനി നമ്മൾ വാവച്ചിനോട് ചോദിക്കാം. ഹലോ വാവച്ചി, എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് അബിയു? പൊളി, അടിപൊളി. ഓക്കെ, ഫൈൻ. എന്നെ എടുക്കേണ്ട അവസ്ഥയാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. വേണ്ട കഴിച്ചു. നന്നായിട്ടുണ്ടല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേരളയിൽ കിട്ടുന്ന ബിരിയാണി പോലെ ഉണ്ട് കുറച്ച് അല്ലേ? കുറച്ച് നമ്മൾ തമിഴ്നാട് ചെന്നൈ സ്റ്റൈൽ അങ്ങനത്തെ ബിരിയാണി അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സ്ഥലം. അപ്പം ഞാൻ കാണിച്ചു തരാം ഏതാണ് ഹോട്ടൽ എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പെൻഗ്വിൻ ഹോട്ടൽ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ഉണ്ട് കേട്ടോ, പക്ഷേ അല്ലേ ചെറിയ പ്ലേസാണ്. അപ്പം മിക്ക ആൾക്കാരും അവിടെ വന്ന് മേടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഹോട്ടലിനകത്ത് പോയിട്ട് നമ്മൾ ബില്ലാക്കണം, എന്നിട്ട് പാർസൽ എടുത്തിട്ട് പോവാം. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു. കാരണം ഇരിക്കാൻ അത്രയും വലിയ സ്പേസ് ഒന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റൂം കേട്ടോ. ഒരു റൂമിൽ ഇങ്ങനെയുള്ള ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങൾ, മട്ടൺ അങ്ങനെയൊക്കെ കിട്ടും. സെക്കൻഡ് വൺ വന്നിട്ട് വെറും മീൽസ് മാത്രം. തേർഡ് വൺ വന്നിട്ട് ഫുൾ ചിക്കൻ. ഓക്കെ, അതാണ് അവരുടെ സെറ്റപ്പ്. അപ്പോൾ ഇതുപോലെയുള്ള തന്തൂരി വെറൈറ്റീസ് ആണ് അവരുടെ തേർഡ് സെറ്റപ്പ്. ചിക്കൻ ബിരിയാണിയൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈ ചിക്കൻ 65ഉം ചിക്കൻ പക്കോട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കിട്ടിയത്. ഇത് പിന്നെ ഗ്രിൽഡ് കേട്ടോ, ഞാൻ കാണിച്ചില്ലേ അവരെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. ഇതുപോലെയുള്ള അടുപ്പിലൊക്കെ അവർ ചെയ്യുന്നത്. സംഭവം കിടുവാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് ടൈം നമുക്കിത് എന്താണെന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൺമുന്നിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. കാരണം ഈ പഴയ ചിക്കൻ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കുത്തിക്കയറ്റി എന്നിട്ട് എവിടെയോ ഏതോ ഒരു കിച്ചണിൽ പോയി നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്നതിലും ഭേദം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇത് തരുന്നത് മേടിക്കുന്നതാണ് കുറച്ചുകൂടി ട്രസ്റ്റ്വർത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. അൺബോക്സിംഗ് ആൻഡ് ഹിയർ കംസ് ചില്ലി ചിക്കൻ. ഫൈൻ. And this is the unboxing video of chicken pakoda. Chicken pakoda. So it looks like pakoda. നമ്മൾ ഉള്ളി പക്കോട ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചിക്കൻ അരച്ചിട്ടുണ്ടാക്കിയിരിക്കാൻ തോന്നുന്നു. അൺബോക്സിംഗ് ഓഫ് ഹോട്ടൽ പെൻഗ്വിൻ ബിരിയാണി. ലെറ്റ്സ് സീ ഹൗ ദിസ് വിൽ ബി. നമുക്കറിയില്ല. ഇങ്ങനെ തന്നെ വയ്ക്കാം. ഞാൻ എടുത്ത പോലെ എടുക്കും. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് റിവ്യൂ പറയാം. അതുവരെ ഞാൻ ഇതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡാഡ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ചോദിക്കാം. ഹൗസ് ഇറ്റ് ഡാഡാ? നൈസ് ബിരിയാണി. ഓക്കെ, ഇനി നമ്മൾ വാവച്ചിനോട് ചോദിക്കാം. ഹലോ വാവച്ചി, എങ്ങനെയുണ്ട്? അടിപൊളി. ഏതാ നന്നായിരിക്കുന്നത്? ചിക്കൻ ആണോ, ചിക്കൻ പക്കോട ആണോ, ചിക്കൻ ചില്ലി ഫ്രൈ ആണോ, ഏതാ നന്നായിരിക്കുന്നത്? എല്ലാം നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫ്രാക്ചറായ ആള് ഫ്രാക്ചർ കൈൻ്റെ ഇതൊക്കെ അഴിച്ച് വെച്ചിട്ട് കഴിക്കുക ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് അബിയു? പൊളി, അടിപൊളി. ഓക്കെ, ഫൈൻ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇനി. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാനും കൂടെ കഴിച്ചിട്ട് റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ തന്നെ എടുക്കേണ്ട അവസ്ഥയാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. വേണ്ട കഴിച്ചു. നന്നായിട്ടുണ്ടല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേരളയിൽ കിട്ടുന്ന ബിരിയാണി പോലെ ഉണ്ട് കുറച്ച് അല്ലേ? കുറച്ച്
നമ്മൾ തമിഴ്നാട് ചെന്നൈ സ്റ്റൈൽ അങ്ങനത്തെ ബിരിയാണി അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷെ സംഭവം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. പെൻഗ്വിൻ ബിരിയാണി മറക്കണ്ട. പേരെന്താണ്? ഹോട്ടൽ പെൻഗ്വിൻ. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് ട്രൈ ചെയ്യും കേട്ടോ. പക്ഷെ എല്ലാം നമ്മളങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല എല്ലാവർക്കും. പക്ഷെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. വിലയും കുറവാണ്. എത്രയുടെ MT ബിരിയാണി? 95 rupees. MT ബിരിയാണി കോസ്റ്റ് 95 rupees. പിന്നെ മട്ടൺ ബിരിയാണി വന്നിട്ട് എത്രയായിരുന്നു? മമ്മിക്ക് മേടിച്ചില്ലേ? 190 അങ്ങനെ എന്താണ്. സാധാരണ കടകളിൽ വെച്ചിട്ട് കുറവാണ് കേട്ടോ ഈ ബിരിയാണിയുടെ റേറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്തോളൂ. എല്ലാത്തിനും വില കുറവാണ്. അപ്പോൾ വില കുറവാണെന്ന് പറഞ്ഞാൽ സാധാരണ ചിലർക്കൊരു ധാരണ ഉണ്ടാവും ക്വാളിറ്റി ഓഫ് ഫുഡ് ഈസ് ബാഡ് എന്ന്. അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് നൈസ്. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ, കഴിക്കാൻ വീഡിയോ ചെയ്യാനുള്ള ശ്രമമില്ല. ഓക്കെ ഗൈസ്, സീ യു ഗൈസ്. അപ്പോൾ ട്രൈ ചെയ്യൂ എല്ലാവരും. ബൈ ബൈ.